ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ ടേസ്റ്റാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങണ ഫിഷ് ഫ്രൈ പോലെ തന്നെ കേട്ടോ ഞാനിത് ചെയ്തെടുത്താണത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണം. ഗൈസ്, നമുക്ക് ചമ്പക്കരയാണ് നമ്മുടെ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഒരുവിധം മീനൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് പിലോപ്പിയാണ് വാങ്ങിച്ചേക്കണത്. ഇത്തിരി വലുതാണ്. അപ്പോൾ ഞാൻ വെട്ടി കുളമാക്കാതിരിക്കാൻ വേണ്ടി ശീലാമ്മ തന്നെ വെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുവിധം മീനൊക്കെ വെട്ടാൻ അറിയാം, പിലോപ്പി അറിയാം. പക്ഷേ ഇത് വലുതായതുകൊണ്ട് നമുക്ക് അമ്മ തന്നെയാണ് ചെയ്തു തന്നത്. ഇപ്പം അമ്മ അതിൻ്റെ മീനിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യണേണ്. ഗൈസ്, നമ്മൾ മീനിൻ്റെ സൈഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മതേ ഇങ്ങനെ ചെത്തിയെടുക്കണതാണ് കത്തി കൊണ്ട്. നമ്മളെപ്പോഴും വലിയ മീൻ്റെയൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കണം. അപ്പം നമ്മുടെ പണി എളുപ്പമാകും, വേഗം തന്നെ മീൻ വെട്ടിത്തീരും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീൻ നല്ല ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിക്ക് ഫുള്ള് ക്ലിയറായിട്ട് കിട്ടും. ഗൈസ്, ഇപ്പം നമ്മൾ മീൻ നല്ല സുന്ദരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനത് അമ്മ പാത്രത്തിൽ മുറിച്ച് എനിക്ക് തന്നിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതേ അടുത്തതും അമ്മ മുറിക്കണേണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് കഷ്ണങ്ങളാക്കിയ മീൻ കഴുകി നല്ല വൃത്തിയായി കഴുകിയിട്ട് വരഞ്ഞു കൊടുക്കാൻ പോണേണ്. നമുക്ക് ഫ്രൈക്ക് വേണ്ടി ഇങ്ങനെ വരഞ്ഞു കൊടുക്കാൻ പോണേണ്. അപ്പം നമ്മൾ ഇത്തിരി വലിയ മീനായതുകൊണ്ട് ഇച്ചിരി വലിയ പാത്രത്തിലാണ് നമ്മൾ പൊടികൾ ഇടാൻ പോണത്. അപ്പോൾ ഇത് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോണത് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ നല്ല സ്പൈസി ആവശ്യമുള്ളവരാണെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ അത് ചെയ്യുന്നില്ല, കാരണം മിക്കൂൻ്റെ എരിവ് അധികം കൊടുക്കണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് കാശ്മീരി തന്നെ ഇടുന്നത്. പിന്നെ നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇനി നമ്മൾ 2 സ്പൂൺ കുരുമുളക് പൊടിയായിട്ട് ഇടുന്നത്. നല്ല എരിവിന് വേണ്ടി കുരുമുളക് പൊടി നമ്മളിപ്പോൾ ഇടുന്നുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് കേട്ടോ. 1 സ്പൂണാണ് ഇട്ടേക്കണത്. ഇനി നമ്മൾ ഒരു നാരങ്ങ ഫുള്ള് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണതാണ്. അപ്പോൾ ഇനി ഞാൻ ഇടാൻ പോണത് ഇഞ്ചി ചതച്ച് വെച്ചതിടണം. കുറച്ച് ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്, അതിടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിട്ടത് വെളുത്തുള്ളി കുറച്ച് ചതച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നീര് പിഴിഞ്ഞിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഗൈസ്, ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില കീറിയിട്ട് ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് വിനീഗർ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഇടാൻ പോണത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് മിക്സ് ചെയ്യണതാണ് നല്ലോണം. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണതാണ് അരപ്പ്. അപ്പോൾ ഇനി നമ്മൾ മിക്സാക്കിയ അരപ്പിലേക്ക് കഴുകി വെച്ച മീനൊക്കെ നമ്മൾ ഇടാൻ പോണതാണ്. ഇനി മീനുകളെ നന്നായിട്ട് അരപ്പിലോട്ട് മിക്സ് ചെയ്യാൻ പോണതാണ്. എന്നാലും നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ മീൻ അരപ്പ് എല്ലായിടത്തും പിടിക്കുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ എല്ലായിടത്തും അരപ്പ് തേച്ച് കൊടുക്കാൻ പോണതാണ്.
നമ്മളിതേ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമ്മൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണേണ്. അപ്പോൾ ഇനി നമുക്ക് മീൻ പീസ് ഇട്ട് കൊടുക്കാൻ പോണേണ്. അപ്പം നമ്മളിതേ മീൻ ആകുന്ന ടൈം കൊണ്ട് ഞാൻ ബാക്കി മീനൊക്കെ അരപ്പിലേക്ക് മിക്സ് ചെയ്ത് വെക്കാൻ പോണേണ്. ഗൈസ്, നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അടുത്ത് മാറ്റി വെച്ച മീനുകളെയും കൂടി ഇടാൻ പോണേണ്. ഗൈസ്, അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോണേണ്. അപ്പം ഞാൻ കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് സവാള അരിഞ്ഞിട്ടും പിന്നെ കുറച്ച് ചെറുനാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴിക്കുന്ന ടൈമിൽ നാരങ്ങ നീര് മീനിലോട്ടിടും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഗൈസ്, അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ആദ്യമേ തന്നെ. അതുപോലെ തന്നെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ടാറ്റാ.